ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. അവരൊക്കെ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ മാതാവായിട്ടുള്ള സോണിയാഗാന്ധിയും ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന്റെ 661 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരിൽ നിന്ന് 1 കോടി രൂപ പിടിച്ചെടുത്തു. മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും 100 കോടി രൂപയുടെ സ്വത്ത്, 661 കോടി രൂപയുടെ സ്വത്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ അടക്കമുള്ളവ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടി രജിസ്ട്രാർമാർക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്നലെ നോട്ടീസ് അയച്ചിരുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള നടപടി 2013 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ചട്ടം 5 പ്രകാരമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവരുടെ ITOയിലുള്ള ഹെറാൾഡ് ഹൗസ്, മുംബൈയിലെ ബാന്ദ്ര ഈസ്റ്റിലെ സർവേ നമ്പർ 341 പ്ലോട്ട് നമ്പർ 2, ലക്നൌവിലെ ബിഷേശ്വർ നാഥ് മാർഗിനുള്ള AJL കെട്ടിടം എന്നിവിടങ്ങളിൽ ഇന്നലെ ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടപടലം പൂട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്കിതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്വത്ത് കണ്ടുകെട്ടി എന്ന് പറയുന്നത് ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഈ ഗാന്ധി കുടുംബത്തിന് എവിടെ നിന്നാണ് ഇത്ര സ്വത്ത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 661 കോടി രൂപയുടെ കണ്ടുകെട്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ വലിയൊരു സ്വത്തിലൊരു ഭാഗമായിരിക്കുമല്ലോ ഇത്. ഒരു ചെറിയൊരു ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സ്വത്ത് കണ്ടുകെട്ടിയിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധ പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ടത്. എന്താ ഇതിന്റെ കാരണം? 2 കാര്യങ്ങളാണ് ഈ വാർത്തയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്, 2013 ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കേസ്. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ കേസുമായിട്ട് കൊടുത്ത കേസാണത്. കൊടുത്ത കേസാണ്. അപ്പൊ അതിനുശേഷം ഇതിന്റെ അന്വേഷണമൊക്കെ ആയിട്ട് പോയി. ഇതിനകത്ത് എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം, ഇപ്പൊ ധനുഷ് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് എന്നെ അതിശയപ്പെടുന്നത്. അത് തന്നെയാണ്. കാരണം ഈ കേസിൽ ധനുഷിന് ഓർമ്മ കാണും, നമ്മുടെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാനായിട്ട് ED ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു ഡൽഹിയില്. ആ ഒരു വിഷ്വല് ധനുഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഭയങ്കരമായ സമരം, അലറി വിളിക്കുന്നു, വലിയ ജനക്കൂട്ടം. അതിനിടയിലൂടെ രാഹുൽ ഗാന്ധിയുടെ വാഹനം കടന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ സഹോദരി പ്രിയങ്കയും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കടന്നു പോകുന്നു. വലിയ പ്രശ്നം, കേരളത്തിലടക്കം വലിയ പ്രതിഷേധം, ലാത്തിച്ചാർജ്, സത്യാഗ്രഹം. അതിന് പിന്നാലെ സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്യാം, അന്നും പ്രശ്നമായി. വീണ്ടും രാഹുൽ ഗാന്ധിയെ വിളിച്ചപ്പോഴും പ്രശ്നമായി. ഇന്നിപ്പോ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നേതാവ് പോലും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത രാഹുൽ ഗാന്ധിയെ ഈ ED ചോദ്യം ചെയ്യാൻ അറസ്റ്റ് അല്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന വാർത്ത മലയാള മാധ്യമങ്ങളിൽ ലൈവായിരുന്നു. രാവിലെ രാഹുൽ ഗാന്ധി കുളിക്കാൻ കയറുമ്പോ മുതല് EDയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ഊണും ഉറക്കമില്ലാതെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ ലൈവ് കൊടുത്ത വാർത്തയാണ്. ഇന്ന് അതേ കേസിൽ അവരുടെ കേസിൽ ഈ കണ്ടെത്തിയ വസ്തുതകൾ വെച്ച് അവരുടെ ഏതാണ്ട് 700 കോടി രൂപയ്ക്ക് അടുത്ത് ഈ മഹാന്മാരുടെ കണ്ടുകെട്ടുമ്പോൾ ഒരു അക്ഷരം പറയാനോ ഒരു വരി എഴുതി കാണിക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഇതിനെയാണ് വൺ സൈഡ് മാധ്യമ പ്രവർത്തനം നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ കേസിനകത്ത് എന്താണ് സംഭവിച്ചത്? ഈ കേസ് എന്ന് പറയുന്ന ഈ സ്വത്തിനകത്ത് ഈ പോയതിനകത്ത് ഇവർക്ക് വിഷമമൊന്നുമില്ല. കാരണം ഇവരുടെ സ്വത്തൊന്നും അല്ല പോയത്. ഇവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പണം കൊണ്ടുവരികയായിരുന്നു. കാരണം ഈ ട്രസ്റ്റിനകത്ത് ഇവരിരുന്നു കൊണ്ട് ഇവരിലേക്ക് അത് മാറ്റപ്പെടുകയും ഒപ്പം തന്നെ ഈ ട്രസ്റ്റ് വഴി വന്ന പണം വെളുപ്പിച്ചെടുക്കുകയുമാണ് ചെയ്തത്. അതാണല്ലോ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. EDക്ക് മണി ലോണ്ടറിംഗ് അല്ലേ അന്വേഷിക്കാൻ പറഞ്ഞു, അതാണ് അന്വേഷിച്ചത്. ഇന്ന് വരെ ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് വ്യാജ കേസാണെന്നോ ഇല്ലെങ്കിൽ ഇത് നരേന്ദ്രമോദി ഏജൻസികളെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു ഇവരാരെങ്കിലും പറഞ്ഞ് ധനുഷ് കേട്ടിട്ടുണ്ടോ? ബാക്കി എല്ലാ കേസിലും പറയും, എല്ലാത്തിനും പറയും. ED ചുമ്മാ വെറുതെ നടന്നു പോയാൽ ഒരു ED ഒരു ദിവസം ചായ കുടിക്കാൻ പോയാൽ പോലും വലിയ പ്രസ്താവന നടത്തുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇന്നേ വരെ കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ നാഷണൽ ഹെറാൾഡ് കേസില് ഞങ്ങളോട് കേന്ദ്ര സർക്കാർ എന്താണ് പറയാ രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറുന്നെന്നോ ഇല്ല ഞങ്ങളോട് വൈരാഗ്യ ബുദ്ധി പെരുമാറുന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇത് എല്ലാവർക്കും അറിയാം, ഇത് കള്ളത്തരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സ്വത്ത് കണ്ടുകെട്ടിട്ട് എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ ലൈവ് കൊടുത്തവരും ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ കേരളത്തിലടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഈ സ്വത്ത് കണ്ടുകെട്ടുമ്പോൾ ഈ സ്വത്ത് അവർക്കൂടെ അവകാശപ്പെട്ടതാണ്. അവരുടെ നേതാവിന്റെ മാത്രമല്ല, നേതാവ് അത് അടിച്ചു മാറ്റിയെങ്കിലും ഇത് അവർക്കൂടെ അവകാശപ്പെട്ടതാണ്. കാരണം ഇതിന്റെ കീഴിൽ പത്രമുണ്ടായിരുന്നു, അനവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു,
കോടികൾ വിലമതിക്കുന്നത് ഇത് അവർക്കൂടെ അവകാശപ്പെട്ട സ്വത്ത്. എടാ ഞങ്ങളുടെ സ്വത്താണല്ലോ പോകുന്നത്. അല്ലാതെ അത് പോട്ടെ, അവരുടെ നേതാവിന്റെ സ്വത്ത് പോട്ടെ, നേതാവിന്റെ സ്വത്ത് പോകുന്നുണ്ട്, ഇവരുടെ സ്വത്ത്, ഇതെല്ലാം. അപ്പൊ ഇതിനകത്ത് വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ നേരത്തെ അറിയാമായിരുന്നു. ഈ കേസ് വന്നത് എപ്പോഴേന്ന് ചോദിച്ചാൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് സുബ്രഹ്മണ്യ സ്വാമിയായിരുന്നു. ഇല്ലെങ്കിൽ ഈ കേസ് ഒരിക്കലും കാണില്ല. ഒരു തവണ കൂടി കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നിരുന്നു എങ്കിൽ, അതായത് 2014 നരേന്ദ്രമോദിക്ക് പകരം വീണ്ടും മൻമോഹൻ സിംഗ് ആണ് അധികാരത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ കേസിന്റെ പൊടി പോലും ഉണ്ടാകില്ലായിരുന്നു, കണ്ടുകെട്ടായ. കാരണം ഇന്ന് അവർക്ക് പ്രതിഷേധിക്കാൻ വകുപ്പില്ല. ഇന്ന് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട 2 വാർത്തകൾ. അത് ഒന്ന്, ഈ വെസ്റ്റ് ബംഗാളിൽ നടന്ന കലാപം 3 പേരെ ചുട്ടുകൊന്നത് ഉൾപ്പെടെയുള്ളത്. ഒപ്പം തന്നെ ഈ നാഷണൽ ഹെറാൾഡിന്റെ ഈ സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ സ്വത്തടക്കം 700 കോടി രൂപ ഇടി കണ്ടുകെട്ടുന്ന വാർത്ത. ഈ 2 വാർത്തകളും ഒരു പ്രാധാന്യവും നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണത്. അതായത് കൈയോടുകൂടി കള്ളത്തരം പിടിക്കുകയും കള്ളത്തരം പിടിച്ച് ആ സ്വത്ത് കണ്ടുകെട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടാനായിട്ട് ഇത് ഇവരുടെ അല്ല, അതുകൊണ്ട് ഇവരും ദേഹവനങ്ങി ഉണ്ടാക്കിയത് അല്ലാത്തത് കൊണ്ടും ഒക്കെ അവർക്ക് അതിനകത്ത് ആ സ്വത്ത് പോയതിൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ കെട്ടിടങ്ങളൊക്കെ ഇവരുടെ പേരിലാണ്. ഡൽഹിയിൽ അടക്കമുള്ള കോടികൾ വിലമതിക്കുന്ന വസ്തുക്കളാണ് ഇവർക്കുള്ളത്, കെട്ടിടങ്ങളാണ് ഉള്ളത്. ഈ കേസ് അതിനകത്താണ് ഈ 700 കോടി രൂപ വരുന്നത്. ക്യാഷ് ആയിട്ട് പോകുന്ന പൈസ അല്ലത്, ഇവരുടെ സ്വത്തുക്കളാണ്. കോടികൾ വിലമതിക്കുന്നത് ഇവരുടെ പേരിലാണ്. ഈ 2 ഗാന്ധിയന്മാരുടെ പേരിലുള്ള ഇത് അതാണ് ഈ കേസിന്റെ മറ്റൊരു കാര്യം. എങ്ങനെയാണ് ഈ ട്രസ്റ്റിൽ ഇങ്ങനെ വന്നത്? ഇവരുടെ കുടുംബാധിപത്യമുള്ള ട്രസ്റ്റാണ്. ഇവർ ട്രസ്റ്റ് രൂപീകരിക്കും, ഇവരുടെ കുടുംബത്തിന്റെ ട്രസ്റ്റ് കണക്കാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അതിലേക്ക് വരുന്ന ഇടപാടുകളെല്ലാം അത്തരത്തിലേക്കാണ്. ട്രസ്റ്റിന് ഒരുപാട് എന്താ പറയുക ഇളവുകളും മറ്റുമുണ്ട്, ഫണ്ട് സ്വീകരിക്കുന്നതിനും മറ്റും. ആ ഇളവുകൾ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വന്ന പണം വെളുപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അതിനകത്തെ ഒരു വലിയ കാര്യം. ഏതായാലും ഗോകുലം ഗോപാലിന്റെ വാർത്തയടക്കം വലിയ വാർത്തയായിട്ട് ചെയ്യുന്നവർക്ക് ഈ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ജിഹ്വയായ, ഇല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും മറ്റും നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ 600 കോടി രൂപ കണ്ടുകെട്ടിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ നാളെ ഇതേ കേസിൽ ഒരുപക്ഷെ ED നടപടികൾ കടുപ്പിക്കും. ഇത് ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോയേക്കാം. കാരണം ആർക്കും ഈ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരു നിയമമാണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ സ്വത്ത് മരവിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും ഒരുപക്ഷെ അറസ്റ്റിലേക്കും കടക്കുന്നേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോഴെന്താകും എന്നുള്ളതാണ്. അതായത് തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു പ്രതിഷേധ ഒരുപക്ഷെ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി BJP സർക്കാർ ആയതുകൊണ്ട് അവർ ധൃതി പിടിച്ചൊരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഇതുവരെയുള്ള ഐശ്വര്യത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ട് വെറുതെ ഇത് ചെയ്യണ്ട എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ അനാരോഗ്യം. ഇതുകൊണ്ട് അവരെ നിരന്തരമുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ED ഉദ്യോഗസ്ഥന്മാർ. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ്. രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണ്. രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. അനധികൃതമായിട്ടുള്ള പണസമ്പാദനം, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ, അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. അടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ ഈ നേതാക്കൾ അകത്ത് പോയേക്കും. ഇതിനകത്ത് റോബർട്ട് വദ്ര അടക്കമുള്ളവരുണ്ട്. ഇതൊരു ഫാമിലി ഫുള്ള് നടത്തിയ പണിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ഫാമിലി ഫുള്ള് ഇപ്പൊ ഒരു പണി കെണിയിൽ കിടക്കുകയാണ്, അച്ഛനും മക്കളും എല്ലാരും കൂടെ. അപ്പം പിന്നെ ഇവിടെ കിടക്കുന്ന അവർക്ക് ഇനി അവിടെ കിടക്കുന്നവരെ പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കിടക്കുന്നത് ഇപ്പം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാരാ? ഇടതുപക്ഷമാണ് കേരളത്തില്. ഇടതുപക്ഷം മിണ്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാം? കോൺഗ്രസ്സുകാർ തിരിച്ചു ചോദിക്കും, നിന്റെ കുടുംബത്തിലില്ലേ ഈ പരിപാടി എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവർക്കും മിണ്ടാൻ വയ്യ, ഇത് അവർക്കും മിണ്ടാൻ വയ്യ. 2 കൂട്ടരും പെട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് BJP-ക്കാരാണ്, അവർ പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വലിയൊരു വിഷയം തന്നെയാണ്. അധികം വൈകാതെ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും നിയമ നടപടികൾ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ, മുമ്പ് ലല്ലു പ്രസാദ് യാദവ് അകത്ത് കിടന്ന സമയം ധനുഷിന് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലെ? അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തൊക്കെ അദ്ദേഹം മതിച്ച് നടന്ന സമയത്ത്, അവസാനം രോഗാതുരനായി വീട്ടിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യം വന്നത്. അതായത് വാർദ്ധക്യ കാലത്താണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഈ കേസ്. ഏതാണ്ട് ഇപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങൾ കണ്ടെത്തപ്പെടുന്ന വർഷങ്ങൾ കുറച്ചായെങ്കിലും ഏകദേശം ഒരു 10-15 വർഷമാകുന്നു ഇതിന്റെ ഒരു നടപടിയിലേക്ക്. ഇപ്പം നമ്മുടെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കേരളത്തിലടക്കം ED നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ എടുക്കുന്ന കേസ് എന്താണ് എഴഞ്ഞഴഞ്ഞ് നീങ്ങുന്നതാണ്. ഈ കേസ് തന്നെ ഒരു ഉദാഹരണമാണ്. 2013 ഉണ്ടായ ഒരു കേസ്. ആ കേസിന്റെ ചോദ്യം ചെയ്യൽ നടന്നത് 2019. ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ നടപടികളിലേക്ക് കിടക്കുന്നത് 2025. ഏതാണ്ട് 15 വർഷമായി. ഇനി ഈ കേസ് നീളും, കുറഞ്ഞത് ഒരു വർഷമോ 1.5 വർഷത്തേക്ക് കൂടി നീളും. ഏതാണ്ട് 16-17 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രമാദമായ കേസിന്റെ അവസ്ഥ. ഇനി ഇതേപോലെ പൊങ്ങി വരാൻ കുറെ കേസുണ്ട്. ഒന്ന് ശാരദ ചിട്ടി ഫണ്ട്, മമതാ ബാനർജിയുടെ കേസ്, അങ്ങനെ അനവധി സഹാറ ചിട്ടി ഫണ്ട്, അങ്ങനെ കേസുകൾ ഇനി കിടക്കുക നമ്മുടെ രാജ്യത്ത് വരാനുണ്ട്. ഇതൊക്കെ പഴക്കമുള്ള കേസാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതൊന്നും നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ കേസുകളല്ല.
അദ്ദേഹം ഉം. വരുന്നതിന് മുമ്പ് 2007 ഈ ശാരദാ ചിട്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഇത്രയും പഴക്കമുള്ള കേസുകളാണ് ഉള്ളത്. അപ്പൊ അതാണ് ഇപ്പോൾ ഇത് ചൂട് പിടിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നാൾ ഈ കേസുകൾക്ക് മുകളിൽ ഈ അന്വേഷണ ഏജൻസികൾ അടയിരിക്കുകയായിരുന്നു. മോദി വന്നതിന് ശേഷമാണ് ഈ കേസിന് വീണ്ടും ഒരു ആക്കം കൂടുന്നതും ഇതിന്റെ ഒരു അന്വേഷണ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. അതാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമുക്കറിയാം ഈ ഇത്തരം കേസുകളിലൊക്കെ പഴുതടച്ചുള്ള ഒരു അന്വേഷണ രീതികളുമായിരിക്കും ഈ ഇ ഡി അടക്കമുള്ളവർ നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പെട്ടു, ആ വാർത്ത എങ്ങും കാണുന്നില്ല. നമ്മളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഈ പണിക്ക് നിൽക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ആരെങ്കിലും കരുതും. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയേണ്ടി വരുന്നത്. കാരണം നമ്മളിത് മൂടി വെക്കേണ്ട ഒരു കാര്യമല്ല. 10 പേര് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നടന്നത്. അതെ. പൈസ അടിച്ചു മാറ്റൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ പൈസ അടിച്ചു മാറ്റൽ, കള്ളപ്പണം വെളുപ്പിക്കൽ, കള്ളപ്പണം. സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത് ഇ ഡി കൊണ്ടുപോയി. അതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഇനി അടുത്ത നടപടികളിലേക്ക് വരും. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. താങ്ക് യു ബിജു ചേട്ടാ.